സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഉണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ സെയിൽ ഉള്ള സമയത്താണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം വിലയുള്ള സാധനമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ 50% ഡിസ്കൗണ്ടിൽ അങ്ങനെയൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഈ ഓഫേഴ്സൊക്കെ വരണേ, ഓഫർ വരുമ്പോൾ പറയണം എന്നുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോണത് നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിൽ. അപ്പോൾ അതിൽ അത്യാവശ്യം നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ്. വെറുതെ ഇങ്ങനെ ഹോൾ വീഡിയോ അങ്ങനെയല്ല, പകരം ഞാൻ ഒരു സ്കിൻ കെയർ റുട്ടീനായിട്ട് ഫസ്റ്റ് കാണിക്കാം കേട്ടോ. സ്കിൻ കെയർ ഒന്നും കാര്യമായിട്ട് ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതൊരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്താ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ മേടിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ മേടിക്കണ്ട, വെറുതെ കണ്ടാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് രാവിലെ എണീറ്റ് ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്യും. വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയണത്. കാരണം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അങ്ങനെ അധികം അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. പക്ഷെ എനിക്ക് കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു ഫീൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഫോക്സ് ടെയിലിൻ്റെ ഈ ക്ലെൻസിങ് റിഫ്രഷിങ് ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് പോർ ക്ലെൻസിങ് ആണ്. അതായത് നമുക്ക് ഇവിടുത്തെ പോഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. എനിക്കാണെങ്കിൽ കുറച്ച് ഓപ്പൺ പോഴ്സ് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് വർക്ക് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. നിയാസിനമൈഡ്, വിറ്റമിൻ ഇ ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ക്ലെൻസർ എന്ന് പറയുമ്പോൾ, ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് എത്രയാണോ നന്നായി ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ നോക്കേണ്ടത്. ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയും ചെയ്യും. ഒരു 200 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നന്നായിട്ട് ലാദർ ചെയ്യും, നന്നായിട്ട് നമ്മുടെ സ്കിൻ ക്ലീൻ ആക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് വാഷ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോണറാണ് ഇത്, പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണർ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സ് ഒന്ന് ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ. ഞാനിപ്പോൾ സ്കിൻ കെയറിൽ മെയിനായിട്ട് നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓപ്പൺ പോഴ്സ് കുറയ്ക്കാനുള്ള സാധനങ്ങളാണ് നോക്കണത്. കാരണം എനിക്കിപ്പോൾ അതാണ് മെയിനായിട്ട് പ്രശ്നമുള്ളത്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, കുറച്ചിങ്ങനെ മെച്യൂർ സ്കിൻ ആവുമ്പോൾ അതേപോലെ തന്നെ ചിലർക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ പറയണത് പോഴ്സ് ഓപ്പൺ ആയിട്ടുള്ളതാണ്, അതല്ലാണ്ട് കുരു വന്നിട്ട് ഇങ്ങനെ കുഴികളായിട്ടുണ്ടാവില്ലേ, അതിൻ്റെ കാര്യമല്ല കേട്ടോ പറയണം. അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്കാർസ് ആണ്. അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് തന്നെ മാറ്റേണ്ടി വരും. ഇതല്ല, നമ്മുടെ പോഴ്സ് തന്നെ കുറച്ചിങ്ങനെ തുറന്നിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റിയ സാധനമാണ് കേട്ടോ. ഒന്ന് ഇൻസ്റ്റൻ്റ്ലി ഒന്നിങ്ങനെ ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ടോണർ. അതും പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണർ ബെസ്റ്റാണ്. ഇത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ഡാബ് ചെയ്യാം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നന്നായിട്ട് ആ ഒരു റിസൾട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ ഓപ്പൺ പോർസ് കൂടുതലായിട്ട് കൂടുന്നില്ല. പിള്ള തന്നെ ഒരുവിധം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരു മെച്യൂർ സ്കിന്നൊക്കെ ആണ്, എസ്പെഷ്യലി 30 എബോക്കെയാണ്, അതല്ലെങ്കിൽ ഓപ്പൺ പോഴ്സ് ഉണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ടോണർ യൂസ് ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിന്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 420 രൂപയാണ്. ഡിസ്കൗണ്ട് ഉണ്ട് പ്ലമ്മിന്. ഒരു 350 to 400 ഇടയ്ക്ക് നമുക്ക് കിട്ടണതാണ്. പറ്റിയ സമയമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ടോണർ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു നനവുള്ള ഉടുക്കനെ തന്നെ നമുക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെറമൈഡ് മോയ്സ്ചറൈസറാണ്. ഇത് ഡെർമാക്കോൻ്റെ ആണ്. സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസർ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാരിയറിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഞാൻ കൂടുതൽ സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കി നിർത്തും. എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടു ഡ്രൈ ആ ഒരു ഇതിൽ പെടുന്ന സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും എൻ്റെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആക്കുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഡെർമാക്കോൻ്റെ ഈ മോയ്സ്ചറൈസർ ഇത് ചെറിയ പാക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 120 രൂപ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. എൻ്റെ വലുത് മേടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 300 രൂപയുടെ ഒക്കെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഇടും. അതിനുശേഷം സൺസ്ക്രീൻ. ഫസ്റ്റ് എണീറ്റ ഉടനെ തന്നെ ഇത് ഇടുക. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോകും. അത് കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കുളിക്കുമല്ലോ. കുളിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഞാൻ റീഅപ്ലൈ ചെയ്യാറില്ല കേട്ടോ. സൺസ്ക്രീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, റീഅപ്ലൈ ചെയ്യണം എന്നാണ് പറയുക. പക്ഷേ എന്നാലും എനിക്കെന്തോ അതിങ്ങനെ അത്ര ഫീസിബിളായിട്ട് തോന്നുന്നില്ല. എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും നമുക്ക് ഈ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ ദിവസത്തിൽ 2 തവണയെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ വെയിലുണ്ട്, വെയിലത്താണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ട് പോവും. വന്നിട്ട് കുളിക്കും. കുളിച്ചിട്ട് എഗെയിൻ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ രാത്രിയാകുമ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ രാത്രിയിലത്തെ സ്കിൻ കെയർ ചെയ്യും. ഇപ്പോൾ ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ 3 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 to 3 തവണ ശ്രമിക്കാറുണ്ട്. 2 തവണ എന്തായാലും നടക്കും. 3ാമത്തെ തവണ
ഈ നട്ടപ്പുറ വെയിലത്തൊക്കെ പുറത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ റീഅപ്ലൈ ചെയ്യും കേട്ടോ. ബീച്ചിലൊക്കെയാണ്, വെളിയിലാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ ട്രൈ ചെയ്യാന്നുള്ളത്. അല്ലാണ്ട് വീട്ടിലാണെങ്കിൽ ഞാൻ റീഅപ്ലൈ ചെയ്യാറില്ല. ഈ സൺസ്ക്രീൻ വന്നിട്ട് വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ നല്ല സൺസ്ക്രീൻ ആണ്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് മെസ്സിയാന്നേ ഉള്ളൂ, പക്ഷേ ഇതാ ഭയങ്കര ലിക്വിഡിയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരി പോലും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു സൺസ്ക്രീൻ ആണ്, എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ളവർക്ക്. ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നിട്ടാലും കൂടുതൽ ഓയിലി ആവും. പക്ഷെ സൺസ്ക്രീൻ ഒന്നും ഇടാണ്ടിരിക്കാനൊന്നും നിവർത്തിയില്ലല്ലോ. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു തവണയെങ്കിലും അപ്ലൈ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ സൺസ്ക്രീനാണ്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ സൺസ്ക്രീനാണ്. കുറച്ചിങ്ങനെ ലിക്വിഡി ആവണേൻ്റെ ചിലപ്പോൾ ഇത്തിരി മെസ്സിയായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും കുറച്ചൊന്നും നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു സൺസ്ക്രീൻ ഓപ്ഷൻ കൂടി തരാം. അത് വന്നിട്ട് ഈ സിങ്ക് ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. റീക്വലിൻ്റെ സൺസ്ക്രീൻ ആണ് ഇത്. 100% മിനറൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ പ്രഗ്നന്റ് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. കാരണം ഇത് ഇങ്ങനെ വെച്ചാൽ മുകളിലൊരു ലെയർ പോലെയല്ലേ ഉണ്ടാവുക. ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിൻറ്റാണ്. അതായത് ഒരു കളറുണ്ട് ഇതിന്. ആൻഡ് ഒറ്റ കളറേ ഉള്ളൂ. ഇത് ഒരുവിധം സ്കിൻ ടോണിനൊക്കെ സൂട്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറിയൊരു ടിൻറ്റായിട്ട് ഇതാ പെട്ടെന്ന് ഇങ്ങനെ ബ്ലെൻഡ് ആവും. ചെറിയൊരു സിലിക്കോണി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സൂട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ ചിലർക്ക് ആക്നെ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലാത്തവർക്ക് ഇത് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ടിൻറ്റുള്ള സൺസ്ക്രീൻ കുറേ പേര് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റീക്വലിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. ലിപ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ രാവിലത്തേക്ക് ഞാൻ 2 ഓപ്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഡോട്ട് ആൻഡ് കീയുടെ സ്കിൻ കെയർ ബാരിയർ റിപ്പയർ ലിപ് ബാം ആണ്. അല്ലെങ്കിൽ ലിപ് ബാം തന്നെ, ലിപ് ബാം ലിപ്സ്റ്റെയിൻ എന്താണെങ്കിൽ പറയാം. മെയിനായിട്ട് ലിപ് ബാം തന്നെയാണ്. ഇതിൽ SPF 50 ഉണ്ട്. ഫോക്സ് ടെയിലിൻ്റെ ആണെങ്കിൽ SPF 30 ഉണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷനും ഉണ്ട്. നല്ലൊരു തിക്കായിട്ടുള്ള ലിപ് ബാം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഇതങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റഡായി. അത് മാത്രമല്ല നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ഫീലും തോന്നില്ലേ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് വേഗം അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അങ്ങനത്തെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സ്കിൻ കെയർ അങ്ങ് ചെയ്യും. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ജിമ്മിന് പോകാൻ സമയം. ജിമ്മിന് പോയി വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്തു തുടങ്ങാം. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ ഡാമേജ്ഡ് ആയിട്ട് ഒരുപാട് നശിച്ചു പോയതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോണേക്കാട്ടിന് എന്തുകൊണ്ടും നല്ലത് ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് നിർബന്ധമാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഇനി രാത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു മൈസലർ വാട്ടർ വേണം കേട്ടോ. മൈസലർ വാട്ടർ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു അഫോർഡബിൾ റേറ്റിലുള്ളതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാർണിയറിൻ്റെ ഈ മൈസലർ വാട്ടർ ഭയങ്കര നല്ലതാണ്. കുറച്ചെടുക്കുക, ഇങ്ങനെ ആക്കുക, അപ്പോൾ ഫുൾ മേക്കപ്പ് ഒക്കെ പോവും. പിന്നെ സിമ്പിൾ അല്ലേ. അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാന്നുള്ളത്. ഫേസ് വാഷ് ചെയ്യാൻ എഗെയിൻ സെയിം ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വേറെ വേണമെന്നില്ല. പക്ഷേ രാത്രി ഞാൻ ആക്റ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. മെയിനായിട്ട് യൂസ് ചെയ്യാൻ നിയാസിനമൈഡ് ആണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് നല്ലൊരു റിസൾട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ പോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഡാർക്ക് സ്പോട്ട്സിൻ്റെ കാര്യത്തിലും നിയാസിനമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പരിഹരിക്കാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. അത് വേറെ ആക്റ്റീവ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ഒരു ആക്റ്റീവ് വെച്ച് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. 3-4 കൂടി മിക്സ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഞാൻ സിറം യൂസ് ചെയ്യണത്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിറം 10% നിയാസിനമൈഡ് ഫേസ് സിറമാണ് കേട്ടോ. കഫേൻ്റെ നിയാസിനമൈഡ് സിറമാണ്. ഞാൻ ചിലപ്പോൾ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ഡെർമാക്കോൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഞാൻ കോസാറക്സിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. സിറം നിയാസിനമൈഡിൻ്റെ യൂസ് ചെയ്യുള്ളൂ ചാലും ഇതിൻ്റെ ബ്രാൻഡ്സ് ഞാൻ മാറ്റിക്കൊണ്ടേ ഇരിക്കാറുണ്ട്, റിവ്യൂ പറയാൻ വേണ്ടിയിട്ടും. പിന്നെ എനിക്ക് പുതിയത് ട്രൈ ചെയ്യാൻ ഇഷ്ടം അതിന് വേണ്ടിയിട്ട് കേട്ടോ. നിയാസിനമൈഡ് മാത്രമല്ല, ഞാൻ റെറ്റനോളും യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഞാൻ സാൽസിലിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ആവശ്യാനുസൃതമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ചില സിറംസ് ഉണ്ട്, പോർ മിനിമൈസിങ് സിറം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് കഫേൻ്റെ നിയാസിനമൈഡ് സിറമും അതേപോലെ തന്നെ ഫോക്സ് ടെയിലിൻ്റെ റെറ്റനോളാണ് കേട്ടോ. ഈ റെറ്റനോളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. നോക്കുകയാണെങ്കിൽ 0.15% റെറ്റനോൾ വളരെ കുറവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. എനിക്ക് നിയാസിനമൈഡ് സിറമും അതേപോലെ തന്നെ ഈ റെറ്റനോളും രണ്ടും കൂടി കമ്പൈൻ ചെയ്യാനായിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യും, മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം കേട്ടോ. അതിനുശേഷം ഈ ടോണർ ഒന്നും കൂടി അടിക്കും. രാവിലത്തെ സെയിം ടോണർ അടിക്കും. അതിനുശേഷം നമ്മൾ നിയാസിനമൈഡ് സിറം പിന്നെ റെറ്റനോളിൻ്റെ ഈ ക്രീം. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ പിന്നെയും അപ്ലൈ ചെയ്യും. നിർബന്ധമില്ല,
പക്ഷെ അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഹൈഫൻ്റെ ഈ ബാരിയർ കെയർ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണത്. എഗെയിൻ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയേഴ്സിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യണ കാരണം നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ, നമുക്കത് പ്രൊട്ടക്ട് ചെയ്തേ മതിയാവുള്ളൂ. സാധാരണ ഒരാൾക്ക് ഇത്രേൻ്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. രാവിലത്തെ അതേ മോയ്സ്ചറൈസർ തന്നെ വൈകിട്ട് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. പക്ഷേ നമ്മുടെ സ്കിൻ വെച്ചിട്ട് ഇത്ര കണ്ടും കാര്യങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഹാർഷ് വെളിച്ചത്തിൻ്റെ താഴെയാണ് ഇരിക്കണത്. ഞാൻ ഈ പറഞ്ഞ പോലെ 3 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നുമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുത്തേ മതിയാവുള്ളൂ. ഇത് നല്ലതാണ് കേട്ടോ. എനിക്ക് സെലിബ്രിറ്റി ഈ ഒരു മേക്കപ്പ് ട്രൈ ചെയ്തതിൽ ഏറ്റവും എനിക്ക് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു വർത്ത് ആയിട്ടുള്ള സാധനം അതെനിക്ക് ഹൈഫൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൃതി സനോൻ്റെ ആണ്. അതേപോലെ തന്നെ കെ ബ്യൂട്ടി ഒരു പൊടിക്ക് എക്സ്പെൻസീവ് ആണെങ്കിലും ആ പൈസയ്ക്കുള്ളതുണ്ട്. ഞാനത് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇതിന് മുന്നേ ദീപിക പടുക്കോണിൻ്റെ സ്കിൻ കെയർ ഉണ്ടല്ലോ, ഈസ്റ്റ് 82 ഈസ്റ്റ് അല്ലേ, എന്തൊരു വിലയാണ്. പക്ഷെ അതിനുള്ളത് എനിക്ക് തോന്നിയതേ ഇല്ല കേട്ടോ. മേ ബി അവർ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. ലക്ഷൂറിയസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യണ ഒരു ഫീൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവാം. പക്ഷെ എനിക്ക് ഒട്ടും ആ ഒരു വാല്യൂ ഫോർ മണി ഫീൽ ചെയ്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഹൈഫൻ ഭയങ്കര നല്ലതാണ്. പക്ഷേ ഞാൻ രാവിലെ ഇത് SPF ഉള്ളതല്ലേ അപ്ലൈ ചെയ്യുക, അതുകൊണ്ട് രാത്രി ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ കിസ് കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാം ഉണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മിനിമലിസ്റ്റിനെ യൂസ് ചെയ്യും. എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്യും. ഇത് തീർത്തിട്ട് അടുത്തത് യൂസ് ചെയ്യും. പിന്നെ കഴിയുമ്പോൾ നമുക്ക് വേറെ മേടിക്കാമല്ലോ. പിന്നെ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡെർമാക്കോൻ്റെ സ്നെയിൽ പെപ്റ്റൈഡ് അണ്ടർ ഐ റിപ്പയർ ക്രീം. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ടോണർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ ചിലപ്പോൾ മറന്നു പോണതാണ്. അതല്ലെങ്കിൽ മോയ്സ്ചറൈസർ വെച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ കുടുകുടുകൂടാന്ന് കാണിക്കും കേട്ടോ. അത് ചിലപ്പോൾ വിട്ടുപോകണോണ്ട് അങ്ങനെ പോണത്. അതല്ലെങ്കിൽ ഈ അണ്ടർ ഐ ക്രീമും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും യൂസ് ചെയ്യാനുള്ളൊരു ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഒരുവിധം ഇങ്ങനെ കൊണ്ടുപോകാം. അത്യാവശ്യം ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതുകൊണ്ട് നമ്മളങ്ങ് മാറി മറിഞ്ഞ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ല, നമുക്കുള്ള കാര്യം നന്നായി പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാം. സോ ദാറ്റ് ഭാവിയിലേക്ക് നമുക്കിങ്ങനെ ഒരുപാട് സ്കിന്നിൽ പ്രശ്നങ്ങളും പെട്ടെന്ന് ചുളിവുകൾ വരിക, അതേപോലെ തന്നെ സ്കിൻ വളരെ ഡ്രൈ ആവുക, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആവാം, അല്ലെങ്കിൽ ഭയങ്കര പാച്ചസ് വരിക, അതൊക്കെ നമുക്ക് കുറേയൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിനെ പരിഹരിക്കണേക്കാട്ടിനും എളുപ്പമല്ല ഇങ്ങനെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു ഹെൽത്തി സ്കിൻ ഉണ്ടാവും. പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബോഡിയുടെ കാര്യം കൂടി പറയണല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വാസലിൻ്റെ ഗ്ലൂട്ടാഹയ സിറമിൻ ലോഷനാണ് കേട്ടോ. ഏത് ബോഡി ലോഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ബോഡി ലോഷനാണ്, നല്ല മണമുണ്ട്, നല്ല മണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറയണത്. വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബോഡിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കാണെങ്കിൽ നല്ല കാറ്റുകാലവും നല്ല വരണ്ട കാലാവസ്ഥയല്ലേ, അപ്പോൾ നമുക്ക് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുറേ പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഹെയറിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം, സിറത്തിൻ്റെ കാര്യം അറിയാം. സിറം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ലോറിയലിൻ്റെ ഉണ്ട്, ഒരുപാടുണ്ട്, സ്ട്രീക്സ് ഉണ്ട്, ലിബോൺ ഉണ്ട്. അത് നമുക്ക് മുടിയുടെ അറ്റത്ത്, അതായത് ബേസിക്കലി മുടിയിൽ, സ്കാൽപ്പിലല്ല മുടിയിൽ ജടയൊക്കെ കളഞ്ഞു വെക്കാനായിട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ബിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം ആണ് കേട്ടോ യൂസ് ചെയ്യണത്. എനിക്ക് തോന്നുന്നു ഞാൻ 1 മാസം മുമ്പത്തെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2.5-3 ആഴ്ച, ഓൾമോസ്റ്റ് 1 മാസം വേണമെങ്കിൽ യൂസ് ചെയ്തു എന്ന് പറയാം. എനിക്ക് യൂസ് ചെയ്തിടത്തോളം എനിക്ക് നല്ലതായിട്ടാണ് ഫീൽ ചെയ്യണത്. എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. അതേ കണ്ടു, ഇവിടെ ഒരു പാച്ച് പോലെ കാണണം. എനിക്ക് ഇവിടെയാണ് പ്രശ്നം, ഈ ഒരു ഭാഗത്ത്. എനിക്ക് പണ്ടും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചെറുപ്പത്തിലും ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് ഇതേപോലെ ഈ ഭാഗത്ത് മുടി ഇങ്ങനെ പോയിട്ട് പിന്നീട് വരെ ഉണ്ടായിട്ടുണ്ട്. ഒരിടയ്ക്ക് എനിക്ക് അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, ഇങ്ങനെ പൊറ്റ പോലെ വന്നിട്ട് അത് പിന്നെ മാന്തി പൊട്ടി ചോര വന്നൊരു മാതിരി ഒരു ചൊറി പിടിച്ച അവസ്ഥ എനിക്കൊരു കാലത്തുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്ന സമയം കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് ഹോമിയോ കണ്ടിട്ടാണ് അത് മാറിയത്. കുറേ ഞാൻ അലോപ്പതിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഒരു എത്ര പ്രായം ഉണ്ടാവും എനിക്ക്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് കുന്നാരം മുടി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പം അതിൻ്റെ ഒരു അംശം പോലും ഇല്ല. അത് വേറെ കാര്യം. എന്നിട്ട് അത് പിന്നീട് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും മുടിയൊക്കെ വന്ന്, അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ ശരിയായതായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഇപ്പോൾ എഗെയിൻ ഇതായി. ഇപ്പം ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് GFC ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഭേദമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മുടി വന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ എഗെയിൻ പോയി തുടങ്ങിയ കാരണം ഞാനിപ്പോൾ എല്ലാം നിർത്തി. ഞാനിങ്ങനെ DIY
ഹെയർ കെയറും അതേപോലെ തന്നെ ഇങ്ങനത്തെ എന്നുവെച്ചാൽ എനിക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഫുഡ് പക്കയാ. ഉറക്കമാണ് എനിക്ക് പിന്നെയും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുള്ളൂ. ഞാൻ കഴിവതും ഒരു 6 മണിക്കൂർ എന്തായാലും ഉറങ്ങും. 7 മണിക്കൂർ എന്തായാലും ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്കതൊന്ന് മാറ്റി 8 മണിക്കൂർ ശരിക്കും ഉറങ്ങണം എന്നാ പറയും സ്ത്രീകൾക്ക് അത്രയും ആവശ്യമുണ്ട് ഇത്ര. രാത്രി ഉറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ എനിക്ക് തോന്നുന്നത് ഭേദാവും. ഇതിൻ്റെ ഒപ്പം അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഭേദാവും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കൂടി ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ പ്രോപ്പർ റിവ്യൂ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് എൻ്റെ അനുഭവത്തിൽ. ഇത് സ്പോൺസേർഡ് ഒന്നല്ല, ഇത് ഒന്നും സ്പോൺസേർഡ് അല്ല കേട്ടോ. ഞാൻ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് പറയണത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇങ്ങനെ നമ്മളെല്ലാവരും സ്പോൺസർ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് സംശയമാണ് നമ്മൾ ജെനുവിൻലി ഇങ്ങനത്തെ റിവ്യൂസ് പറയുമ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് നല്ലതല്ല എന്ന് പറയുമ്പോൾ സ്പോൺസേർഡ് അല്ലാത്തത് കൊണ്ടാണ് നല്ലതല്ല എന്ന് പറയണതെന്നാണ് പറയണത്. എൻ്റെ കണ്ടന്റ് ഇതാണ്. നമ്മൾ പ്രോപ്പർ ബ്യൂട്ടി ഫാഷൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അത് നല്ലതാണോ മോശമാണോ എത്ര കണ്ട് നമുക്കത് പേഴ്സണലി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാന്നുള്ളതാണ് നമ്മുടെ കണ്ടന്റ്. വേറെ കുറേ പേരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വേറെ പലതും ആയിരിക്കും. എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്പോൺസർ വീഡിയോസ് മാത്രം ചെയ്തു പോയാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കണ്ടന്റ് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രസ്റ്റ് മീ, നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പറയണത്. ഇത്രയും എനിക്ക് പറയാൻ നിവർത്തിയുള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടും അത് നിങ്ങൾക്കത് മനസ്സിലായാലല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് യൂസ് ചെയ്തിടത്തോളം എനിക്ക് ചെറിയ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫുഡും ഉറക്കമൊക്കെ ശ്രദ്ധിക്കുക, അതിനൊപ്പം ഇതും. പിന്നെ പ്രോപ്പറായിട്ട് എണ്ണ തേക്കുക, നന്നായിട്ട് മസാജ് കൊടുക്കുക, ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുക, അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ പോയി കാണുക. എന്നിട്ട് GFCയും കാര്യങ്ങൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം എല്ലാത്തുനിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നടന്നില്ല. ഞാൻ 1 മാസം കൂടി നോക്കിയിട്ട് എനിക്ക് ഒരു തരത്തിലും ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എഗെയിൻ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ എടുത്ത് GFC ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഋതുത്തിൻ്റെ ഗ്ലോ സർജ് ബ്രൈറ്റനിങ് ഫേസ് മിസ്റ്റ്, ഇത് ഭയങ്കര വൈറലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതേ സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സൺസ്ക്രീൻ സ്പ്രേനെ കുറിച്ചിട്ട്. ഇതിൻ്റെ വില ഇപ്പം ഇത്തിരി കുറവിലാണുള്ളത്. എന്തായാലും 500 ബിലോ ഒക്കെ ആവും ഉണ്ടാവാം. ഈ സൺസ്ക്രീൻ സ്പ്രേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, പക്ഷേ സ്കിൻ ഓയിലി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് ഇത്തിരി ദുരന്തമാണ്. അതല്ല, നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് പ്രശ്നമില്ല. നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ നട്ടപ്പുറ വെയിലത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക, നമ്മൾ ബീച്ചിലൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് ഫംഗ്ഷൻസിനൊക്കെ പോയിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വെയിലത്താണ്, അങ്ങനെയാണെങ്കിൽ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്ന വേണം എന്തായാലും, അല്ലെങ്കിൽ റീഅപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ തായ്ലൻഡിൽ പോയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്തത് ഇതല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്ത് ഡെർമാക്കോൻ്റെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറേയൊക്കെ ടാൻ ആവാണ്ടിരിക്കാൻ അത്യാവശ്യം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈവൻ മോർ ടാൻ ആയേനെ. പക്ഷെ ഞാൻ വന്ന് തൈരൊക്കെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കസ്തൂരി മഞ്ഞളൊക്കെ പുരട്ടി ഒരുവിധം സെറ്റാക്കി എടുത്തു. ഒരു നല്ല സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഓയിലി ആയാലും പ്രശ്നമില്ല, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആ രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ആക്കി ഞാൻ കുറച്ചധികം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു സൺസ്ക്രീൻ സ്പ്രേയുടെ ലുക്ക് എന്ന് ഞാൻ കാണിച്ചുതരാം. പക്ഷെ അതിൻ്റെ മീതെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ സൺസ്ക്രീൻ സ്പ്രേ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു പ്രോഡക്റ്റ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത് ജെയ്ഡ് റോളറാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുറേ പേര് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് സമയം ചെലവഴിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. നല്ലൊരു ഫീലാണ് ഇതിന്. ശരിക്കും മുഖം നല്ല സ്കൾപ്റ്റഡ് ആക്കി ഇരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. വെച്ചാൽ ആ ഒരു ഷാർപ്പ് ഇത് തരുന്നതാണ് പറയണത്. പക്ഷെ കുറേ പേര് അതിന് വിപരീതമായിട്ടും പറയുന്നുണ്ട്, അങ്ങനെ ഒരു ബെനിഫിറ്റ് ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി എന്താ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ, നല്ല റിലാക്സിങ് ആണ്. അതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം. എനിക്ക് അങ്ങനെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കൊടുത്ത് നമ്മൾ സമാധാനത്തിൽ ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ടിലുണ്ടാവും ജെയ്ഡ് റോളർ. ഇത് തവണ അങ്ങ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ അത് താഴെ ഇടരുത് കേട്ടോ, പൊട്ടിപ്പോവും. നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക. ഇവിടേക്കാണെങ്കിൽ ഇങ്ങനെ താഴേക്ക്. അത് പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഉണ്ട്, ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ.
സൂക്ഷിച്ച് പതുക്കെ ചെയ്താൽ മതിയേ, ഇവിടെയൊക്കെ ഇത്തിരി സെൻസിറ്റീവ് അല്ലേ. രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ഒരു പഫിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം. കുറച്ചുകൂടി എനിക്ക് പ്രോഡക്റ്റ്സ് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ലിപ്സ്റ്റിക്സ് ഞാൻ ചടപടയെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വെനൈലിങ്ക് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. വെനൈലിങ്ക് 2 എണ്ണം നോക്കുകയാണെങ്കിൽ ഒന്ന് വന്നിട്ട് ലിപ്പി എന്ന് പറയും. ലിപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡ് എന്താ വെച്ചാൽ വളരെ ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഡാർക്ക് ലിപ്സ്റ്റിക്സ് എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാവരുടെ കയ്യിൽ. അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മീതെ ഈ ലിപ്പി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ന്യൂഡ് പിങ്ക് അല്ലെങ്കിൽ ഏത് ഷെയ്ഡാണോ നമ്മൾ അതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വൈബിൽ മിക്സ് ആയിട്ട് അങ്ങ് വന്നോളൂ കേട്ടോ. അപ്പോൾ വെനൈലിങ്ക് യൂസ് ചെയ്തിട്ടുള്ള ഇല്ലാത്തവരാണെങ്കിൽ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അത്യാവശ്യം നല്ല പോപ്പുലർ. എൻ്റെ കയ്യിൽ 3 എണ്ണം റെഡും ഉണ്ട് കേട്ടോ. വെനൈലിങ്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കൂ, കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഭയങ്കര നല്ലതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോസ് ഉണ്ടാവും. ഇവഞ്ച്വലി ആ ഗ്ലോസ് പോവും, പക്ഷെ ആ ഒരു സ്റ്റെയിൻ ഉണ്ടല്ലോ അത് നിൽക്കും. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഉണ്ടാവും. ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും സോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും ഭയങ്കര സോസി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും നല്ലതാണ്. നല്ലൊരു റെഡ് ലിപ്സ്റ്റിക് വേണമെങ്കിൽ റെഡ് ഹോട്ടും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ മാർസിൻ്റെ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 200 രൂപേനെക്കാട്ടിലും താഴെയുള്ളതാണ്. പിന്നെ ഞാൻ ഖൂബ്സൂരത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, അതിന് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതാണ്. നല്ല ഷെയ്ഡാണ്, എല്ലാവർക്കും സൂട്ട് ആവുന്നൊരു ഷെയ്ഡാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ മസാബയുടെ ലിപ്സ്റ്റിക് കുറച്ച് പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അവർക്കാണെങ്കിൽ ലവ് ചൈൽഡ് മസാബ എന്ന് പറഞ്ഞിട്ട് ഹുക്കും, ഇതൊരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡാണ് ഇത് കെ ബ്യൂട്ടിയുടെ റാപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ മേടിച്ചത്. ഓയ്യോ ഇതെങ്ങനെ പോയി ഭഗവാനെ, ഇപ്പം തന്നെ ഒടിഞ്ഞു പോയി. ഇത്രയും സങ്കടം വരുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, ഞാനിത് നവ്യ നായർ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാ. സിമിലർ സ്കിൻ ടോൺ അല്ലേ, അപ്പം ഞാനിങ്ങനെ എപ്പോഴും അങ്ങനെയുള്ളവർ യൂസ് ചെയ്യുന്ന ഏത് ലിപ്സ്റ്റിക്കാന്ന് നോക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തത്. നല്ലതാണ് കേട്ടോ. ഒരു 800 റുപ്പീസൊക്കെ ഉണ്ട്. നല്ല പാക്കേജിങ്ങാണ്. ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് നമുക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ മാഴ്സിൻ്റെ ലിപ് ക്രയോൺ കേട്ടോ. ഇത് രണ്ടും ഒരു 180-190 റുപ്പീസിൻ്റെ ആണ്. പക്ഷെ ഷെയ്ഡ് ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ്സ് അല്ല മേടിച്ചിട്ടുള്ളത്. പക്ഷെ പെർഫോമൻസ് അടിപൊളിയാണ്, കളർ പേ ഓഫ് അടിപൊളിയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒന്ന് വന്നിട്ട് 13 ആണ് കേട്ടോ. ഇതൊരു നല്ലൊരു റെഡ് മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ്. അടുത്തത് 08 ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ഞാൻ അധികം ഇടാൻ ചാൻസ് ഇല്ല കളർ, പക്ഷെ നമുക്ക് മിക്സ് ചെയ്തൊക്കെ വരുമ്പോൾ നല്ലതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ലിപ് ക്രയോൺസ് ആണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ വന്നിട്ട് ലാക്മേ അബ്സല്യൂട്ട് ലിപ് മൂസ് ആണ് കേട്ടോ. നല്ലൊരു മൂസ് ടെക്സ്ചറാണ്. ചോക്ലേറ്റ് ടെംപ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടുന്നേക്കാട്ടിനും നല്ലത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഷെയ്ഡാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഇതെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കി എടുത്തിട്ടുള്ളതാണ്. റോം ആൻഡ് റോം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇതൊരു കൈൻഡ് ഓഫ് ലിപ് ഗ്ലോസ് ആയിട്ടാണ് വരിക. ജ്യൂസി ലാസ്റ്റിംഗ് ടിൻറ്റ് ആണ്. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, നല്ല മണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ചടപടയെന്ന് പറഞ്ഞു പോണത് ബോറടിക്കണം വിചാരിച്ചിട്ടാണ്. നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള 2 എണ്ണം പറയുകയാണെങ്കിൽ മിസ് ക്ലെയറിൻ്റെ നമ്പർ 58, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ലാക്മേയുടെ റോസ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കുകയാണെങ്കിൽ നല്ലൊരു റെഡ് മെറൂൺ ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല റേറ്റ് കുറവാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് നല്ല ഷെയ്ഡാണ് ശരിക്കും, മാഴ്സിൻ്റെ മാറ്റ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 3 ഷെയ്ഡ്സും കൂടി ഒരുമിച്ച് മേടിക്കണം. പക്ഷെ 3 എണ്ണത്തിനും കൂടിയിട്ട് 400 രൂപയുള്ളൂ കേട്ടോ. മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു മൂവ് ഷെയ്ഡാണ് കേട്ടോ, അടിപൊളിയാണ്. 3 എണ്ണത്തിനും കൂടിയിട്ട് 400 രൂപ. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്കിന് 110 ആ ഒരു റേഞ്ചിലൊക്കെ വരേണ്ടാവുള്ളൂ. പിന്നെ ഇത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഇത് സ്മാഷ് ബോക്സിൻ്റെ ഓൾവേസ് ഓൺ ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഔട്ട് ലൗഡ്. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ഓറഞ്ച് ഷെയ്ഡാണ്, സൂപ്പർബായിട്ടുള്ളതാണ്, അടിപൊളിയാണ്. പക്ഷെ ഇത്തിരി വില കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ 2 ലിപ് ബാം കൂടി കാണിച്ചു തരാം. ഇതും അത്യാവശ്യം നല്ലതായിട്ടുള്ളതാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്ലിയർ ആയിട്ടുള്ള ലിപ് ബാമാണ്. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ വൈറ്റ് ആണ്,
പക്ഷേ വൺസ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു PH ലിപ്സ്റ്റിക് ഒക്കെ വരില്ലേ, അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു കളറായിട്ട് ചേർന്ന് നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ട് വരും. ഭയങ്കര നല്ല ലിപ് ബാമാണ് കേട്ടോ. അഫോർഡബിൾ റേറ്റിലുള്ളതാണ്, ഒരു 200 റുപ്പീസിനെക്കാളും താഴെയുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് മാഴ്സിൻ്റെ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിപ് ബാം, ഇതും നല്ല ലിപ് ബാമാണ്. നമുക്ക് കാഷ്വലിയൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഭയങ്കര നല്ലതാണ്. മറ്റത് ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിങ്ങനെ അമർത്തി പുറത്തേക്ക് വന്നത് ഭയങ്കര തിക്കായിട്ടുള്ള ലിപ് ബാമാണ്. അപ്പോൾ അത് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഇടാൻ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇടാൻ, അങ്ങനെയൊക്കെ നല്ലതാണ്. പക്ഷെ റീഅപ്ലൈ ചെയ്യാനൊക്കെ നല്ലത് ഇങ്ങനത്തെ ലിപ് ബാംസ് ആണ്. അപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികൾക്കും അതേപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മെബ്ലിൻ പ്രോഡക്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമുക്ക് ഈ ഡിസ്കൗണ്ട് സമയത്ത് മേടിക്കാൻ പറ്റിയിട്ടുള്ള 2-3 പ്രോഡക്ട്സ് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്, അപ് ടു 40% ആണ് ഡിസ്കൗണ്ട് ഉള്ളത്. ഫസ്റ്റ് വന്നിട്ട് കുറേ പേര് എപ്പോഴും ചോദിക്കാറുള്ളതാണ് എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഏതാന്നുള്ളത്. 332 ആണ് കേട്ടോ. അതായത് മിക്കവാറും ഗോൾഡൻ കാരമൽ അങ്ങനത്തെ വല്ല ഷെയ്ഡും ആയിരിക്കും. അത് കാരമൽ ആ ഒരു റിലേറ്റഡ് ആയിരിക്കും. എന്തായാലും നമ്പർ വന്നിട്ട് 332 ആണ്. എനിക്ക് നല്ല മാച്ചാണ്, പമ്പ് ഉണ്ട്. ഒരു 500 രൂപേനെക്കാട്ടിലും താഴെയാണ് ഈ ഫൗണ്ടേഷൻ ഉള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് മെബ്ലിൻ്റെ തന്നെ കൺസീലർ നോക്കുകയാണെങ്കിൽ അഗെയിൻ കാരമൽ ഷെയ്ഡിൽ വരുന്ന കൺസീലറാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് മാച്ച് ആയിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് പക്ക മാച്ച് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ കൺസീലർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റ് ഷെയ്ഡ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മാച്ച് ആവുന്ന ഷെയ്ഡിനനുസരിച്ചുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അടുത്തത് കോമ്പാക്ട് പൗഡർ, ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡർ 330 ടോഫി പൗഡറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പൊടിക്ക് ഡാർക്കർ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പിന്നെ മേക്കപ്പിൻ്റെ മീതെയായിട്ട് ഇപ്പോൾ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാറില്ല. പകരം ജസ്റ്റ് ഫൗണ്ടേഷനും കൺസീലറൊന്നും ഇടാത്ത സമയത്ത് നമ്മൾക്കൊന്ന് ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യില്ല, അങ്ങനെ മാത്രമേ ഞാൻ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് മേക്കപ്പിൻ്റെ മീതെ ഞാൻ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും. ഒട്ടും അങ്ങനെ നമ്മൾ ഈ പൗഡർ ഇടുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇട്ടു എന്നുള്ളത് നമുക്ക് കുറച്ച് അറിയാൻ പറ്റുമല്ലോ. കാരണം കോമ്പാക്ട് പൗഡറൊക്കെ കുറച്ച് തിക്കല്ലേ. പകരം ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ബനാന പൗഡർ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് ആയിരിക്കും. പൊടിപൊടിയായിട്ട് വരുന്ന പൗഡർ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല, സെറ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കാജലും അതേപോലെ തന്നെ ഐലൈനറും അതേപോലെ തന്നെ മസ്കാരയും നോക്കുന്നുണ്ടെങ്കിൽ മെബ്ലിൻ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ല ചോയ്സ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ പാക്കറ്റ് തന്നെ തുറന്നിട്ടില്ല, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമാണിത്. അപ്പോൾ ഞാൻ കഴിയുമ്പോൾ വേറെ മേടിച്ച് വയ്ക്കും കേട്ടോ. കാജൽ വന്നിട്ട് 199 ആണ്, പക്ഷെ നമുക്ക് എന്തായാലും നല്ല ഡിസ്കൗണ്ടിൽ ഒരു 150 കിട്ടുന്നതാണ്. ഐലൈനർ വന്നിട്ട് 245, ഇങ്ങനെ ഒരു 250-നെക്കാട്ടിലും താഴെ കിട്ടും. മസ്കാര 479 ആണ്, ഇങ്ങനെ ഒരു 400 റുപ്പീസിന് കിട്ടണമെന്നാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ബിഗിനേഴ്സിന് മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് കാജലും മസ്കാരയൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, ഐലൈനർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പറ്റിയ സമയമാണ് സ്റ്റോക്ക് ചെയ്യാനായിട്ട്. കാരണം ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴേ കാർട്ടിലേക്ക് ഇട്ട് വെച്ചോളൂ. കാരണം പെട്ടെന്ന് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് വേണ്ടത് മാത്രം, അല്ലാത്ത അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ പിന്നെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഞാൻ കാണിച്ചത്, ഇത് ഡോക്ടർ ഷെത്തിൻ്റെ മുൾട്ടാനി മിട്ടി ഫേസ് മാസ്ക് ആണ് കേട്ടോ. നമുക്ക് സാധാരണ മുൾട്ടാനി മിട്ടി മേടിച്ച് അരച്ച് അങ്ങനെ ഇതാക്കിയാൽ മതി. പക്ഷെ അങ്ങനെ സമയമില്ലാത്തവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ജസ്റ്റ് എടുക്കുക, കുറച്ച് അപ്ലൈ ചെയ്യാം, എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് നല്ലോണം തോന്നും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ മാസ്ക് ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ മാസ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും നല്ലൊരു ഫ്രഷ് ഫീലും അതുപോലെ തന്നെ ആ ഒരു സെൽഫ് കെയറിൻ്റെ ആ ഒരു ഫീലും ഉണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടും. അതിന് പറ്റിയിട്ടുള്ളൊരു മാസ്കാണ് ഇത്. അപ്പോൾ അതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. നൈക്കയുടെ സെയിലാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പാർട്ട്ണർ മാനേജറിൻ്റെ ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു 80% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ 14 lakh ആയിട്ടോ. താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കിങ്ങനെ പതുക്കെ 15 lakhിലേക്ക് പോകുമായിരുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.